ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഞാൻ ഇന്നൊരു ഡീപ്പ് ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, ഞാനിത് ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത വീഡിയോ അല്ല, ഒരു 3 ദിവസം കൊണ്ടാണ് കേട്ടോ ഞാൻ ഡീപ്പ് ക്ലീനിങ് നടത്തിയത്. രാവിലത്തെ എല്ലാ ജോലിയും ഒതുക്കി ഒരു 10:30-11 മണിയൊക്കെ ആകുമ്പോൾ തുടങ്ങിയിട്ട് ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ നിർത്തണം എന്നാണ് വിചാരിച്ചത്. കാരണം ചെറിയ മക്കൾ സ്കൂളിൽ നിന്ന് വരുന്നത് 3 മണിക്കാണ്. അപ്പോൾ അവർ വരുന്നതിന് മുമ്പ് ക്ലീനിങ് ഒക്കെ കഴിയണം എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ തുടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ഓരോരോ റൂമായിട്ടാണ് ഓരോ ദിവസവും ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതിപ്പോൾ മേളിലത്തെ റൂമാണ്. ഇവിടെ മോനാണ് യൂസ് ചെയ്യുന്നത്. താഴത്തെ ഞങ്ങളുടെ റൂമിൻ്റെ ക്ലീനിങ് ഞാൻ അതിനു മുന്നേ ചെയ്തിരുന്നു. ഈ ആഴ്ചയിൽ മോന് കുറച്ച് പ്രോജക്റ്റും അസൈൻമെൻറ്റും ഒക്കെ ചെയ്യാനുണ്ടായിരുന്നത് കൊണ്ട് കുറേ പേപ്പർ വെട്ടി അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഡ്രോ തുറന്ന് നോക്കിയപ്പോൾ അതിനുള്ളിൽ കുറേ പഴയ ക്വസ്റ്റ്യൻ പേപ്പറും പേപ്പറുകൾ കട്ട് ചെയ്തതും ഒക്കെ കിടപ്പുണ്ടായിരുന്നേ. ബുക്കുകളൊക്കെ അടുക്കി തന്നെ ഇരുന്നത് കൊണ്ട് ഞാൻ പിന്നെ അവിടെ തൊട്ടതേ ഇല്ല. ശരിക്കും ഒരു ഫുൾ ഡേ രാവിലെ മുതൽ വൈകുന്നേരം വരെയൊക്കെ നിന്നാൽ നമുക്ക് ഫുൾ ക്ലീൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ഇത്തവണ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചില്ല. നേരത്തെയൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പം മക്കൾ പഠിക്കാനൊക്കെ തുടങ്ങിയതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോൾ നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റത്തില്ല. അവരെ പഠിപ്പിക്കാനും അവർക്ക് ഫുഡ് ഉണ്ടാക്കാനും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണും. അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കാനായിട്ട് വൈകിട്ട് പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഈ കർട്ടനുകളും എന്നെക്കൊണ്ട് എടുക്കാൻ പറ്റില്ല. കാരണം അത് 2-3 സ്ഥലത്ത് സ്ക്രൂ വെച്ചിട്ടാണ് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ വീട്ടിൽ വാടകയ്ക്കാണ് താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വീട്ടിലെ തന്നെ കർട്ടനാണ്. അവരങ്ങനെയാണ് അത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് നാളത്തേക്ക് നമ്മൾ പുതിയ കർട്ടനൊന്നും വാങ്ങി ഇടണ്ടല്ലോ, വെറുതെ പൈസ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പുതുതൊന്നും വാങ്ങിയിട്ടിട്ടില്ല. അപ്പോൾ ഈ കർട്ടൻ അഴിക്കുക എന്നുള്ളതും എന്നെക്കൊണ്ട് പറ്റില്ലാത്തത് കൊണ്ട് ഞാൻ അതും സൺഡേയിൽ ഹസ്ബൻഡ് ഇരിക്കുമ്പോൾ ചെയ്യിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ മെയിനായിട്ടും മുകളിൽ വലയടിക്കാനും ജനലൊക്കെ ഒന്ന് വൃത്തിയാക്കാനുമാണുള്ളത്. ഇപ്പോൾ ഈ കുറച്ച് നാളേ ആയിട്ടുള്ളൂ മോനും ഇങ്ങോട്ട് പഠിക്കാനായിട്ട് കയറിയിട്ട്. കാരണം അവനെ ചെറിയ മക്കൾ ശല്യം ചെയ്യുകയും അവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അവനിവിടെ ടേബിൾ വാങ്ങിച്ചു കൊടുത്തിട്ട് അവൻ ഇങ്ങോട്ട് പഠിക്കാനായിട്ട് മാറിയിരിക്കുന്നതാണ്. മുകളിൽ വേറൊരു റൂമും കൂടിയുണ്ട്. പക്ഷേ അത് നമുക്ക് തുറന്നു തന്നിട്ടില്ല. ഓണറുടെ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊരു റൂമാക്കി നമ്മളിങ്ങ് എടുത്തു. പിന്നെ എനിക്കിങ്ങനെ പൊടിയടിക്കുമ്പോൾ ഉള്ള അലർജിയോ തുമ്മലോ ഒന്നും വരാറില്ല. അതുകൊണ്ടാണ് ഞാനങ്ങനെ പ്രത്യേകിച്ച് മാസ്ക് ഒന്നും ഇടാത്തത് കേട്ടോ. പിന്നെ മുകളിലത്തെ നിലയിൽ ഒരു ചെറിയ ബാൽക്കണിയും കൂടെ ഉണ്ട്. ഇതെല്ലാം വെയിലടിക്കാതിരിക്കാൻ വേണ്ടി അവർ തന്നെ ഇട്ടിരിക്കുന്നതാണ്. നമ്മളിതൊന്നും മാറ്റിയിട്ടുമില്ല. ആരും ഇങ്ങോട്ട് വന്ന് അധികം ഇരിക്കാറുമില്ല. ഇനി അടുത്തത് ക്ലീൻ ചെയ്യാനുള്ളത് ഈ സ്റ്റെയറിൻ്റെ അവിടുത്തെ ജനലും അതിൻ്റെ മുകൾ ഭാഗവുമാണ്. ഇവിടെ നല്ല ഉയരത്തിലാണ് കേട്ടോ ഉള്ളത്. എല്ലാവരും വീട്ടിലിരിക്കുന്ന ദിവസം ഇതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചാലും നടക്കുകയില്ല. കാരണം അന്നത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ പ്രത്യേകത കാണും. പുറത്തൊന്ന് പോവുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യും, സമയം പോകും. ഈ കാര്യങ്ങളൊന്നും നടക്കില്ല. അതുകൊണ്ടാണ് ഞാനങ്ങ് തുടങ്ങി വെക്കാമെന്ന് വിചാരിച്ചത്. ഈ ജനലിൻ്റെ അവിടം പുറത്തൂടെ പോയിട്ട് അവിടെ ഒരു ചെയറിട്ട് നിന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാം. പക്ഷേ അത് കുറച്ച് റിസ്ക് ആയതുകൊണ്ടാണ് ഞാനിവിടെ അകത്ത് നിന്ന് തന്നെ ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ താഴത്തെ ജനലൊന്ന് തുറന്നിട്ട് അവിടെ ക്ലീൻ ചെയ്തു. പിന്നെ ചൂലെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ആ പൊടിയെല്ലാം ഒന്ന് തൂത്ത് കളയാൻ. ജനലൊന്ന് അടച്ചിട്ടിട്ട് വീണ്ടും മേളിലത്തെ റൂമിലേക്ക് തന്നെ വന്നു. അവിടെയും ചൂലുപയോഗിച്ച് തന്നെയാണ് ഞാൻ വൃത്തിയാക്കുന്നത്. ഈർക്കിലിൻ്റെ ചൂലാണ് ഞാൻ ഇതുപോലെ പൊടിയൊക്കെ സൈഡിൽ നിന്ന് കളയാൻ വേണ്ടി ഉപയോഗിക്കാറ്. ഡിസംബർ തുടങ്ങി ഫസ്റ്റ് വീക്കിൽ തന്നെ ഞാൻ ഈ ഡീപ്പ് ക്ലീനിങ് നടത്തിയതാണ്. ഈ സമയത്ത് ഞാൻ കിച്ചൺ ക്ലീനിങ് ചെയ്തിരുന്നില്ല. റൂമുകൾ മാത്രമായിരുന്നു ചെയ്തത്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. ആ സമയമായപ്പോഴേക്കും എനിക്കൊരു കോൾഡിൻ്റെ ലക്ഷണം വന്നിട്ടുണ്ട്. സൗണ്ടൊക്കെ നന്നായിട്ട് അടച്ചിരിക്കുകയാണ്. ഈ ടേബിളൊന്ന് മാറ്റി അതിൻ്റെ അടിയിൽ കുറച്ച് പൊടി ഉണ്ടായിരുന്നു. അത് നല്ല വെയിറ്റാണ് ആ ടേബിളിന്. സത്യം പറഞ്ഞാൽ ഈ ഒരു റൂം മാത്രം ഡീപ്പ് ക്ലീൻ ചെയ്യുന്നതും പിന്നെ പുറത്ത് ക്ലീൻ ചെയ്യുന്നതും മാത്രം വീഡിയോ എടുക്കാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. ഈ റൂം വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ വീട്ടിൽ വേറൊരു ഗസ്റ്റ് വന്നതുകൊണ്ട് എനിക്കിതിൻ്റെ ബാക്കി തുണി നനച്ച് തുടയ്ക്കുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് പിന്നെ താഴത്തെ റൂമുകളും കൂടെ ക്ലീൻ ചെയ്യുന്നത് എടുത്തിട്ട് മൊത്തത്തിലൊരു വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ചത്. തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം ജനലും വാതിലും എല്ലാം നന്നായിട്ട് തുടച്ചു. പിന്നെ ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ടതിന് ശേഷമാണ് ഇന്നത്തെ ക്ലീനിങ് കഴിഞ്ഞത്. ഇത് ക്ലീനിങ്ങിൻ്റെ 2ാമത്തെ ദിവസമാണ്. റൂം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് ഞാൻ ആ വീഡിയോയിൽ കാണിക്കാതിരുന്നത് കൊണ്ടാണ് ഇവിടുന്ന് തന്നെ തുടങ്ങാമെന്ന് കരുതിയത്. എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ജസ്റ്റ് അവിടെയെല്ലാം ഒന്ന് തൂത്തുവാരി ഒന്ന് ഒതുക്കിയിട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നും പതിവ് പോലെ തന്നെ രാവിലത്തെ എല്ലാ ജോലിയും കഴിഞ്ഞിട്ടാണ് ഞാൻ ക്ലീനിങ്ങിന് വേണ്ടി നിൽക്കുന്നത്. മേളിലത്തെ റൂമും സ്റ്റെപ്പുകളും ഞാൻ തലേദിവസം തുടച്ചിട്ടായിരുന്നു.
2-3 ദിവസം എടുത്ത് ക്ലീൻ ചെയ്യുന്നത് ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ. എപ്പോഴും ഒറ്റ ദിവസം കൊണ്ട് ക്ലീൻ ചെയ്യാൻ നോക്കുമ്പോൾ ലാസ്റ്റ് ആകുമ്പോഴേക്കും നമ്മൾ മടുത്തു പോവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ വീട് ക്ലീൻ ചെയ്തപ്പോൾ വലയെല്ലാം അടിച്ച് തൂത്തുവാരിയതിന് ശേഷം ആ ഭാഗം നനച്ച് തുടച്ച് ക്ലിയർ ആക്കി അങ്ങ് പോകാമെന്ന് കരുതി. ഇന്നും പതിവ് പോലെ തന്നെ 2 മണിയാണ് ഞാൻ ടൈം വെച്ചിരിക്കുന്നത്. അതിനുള്ളിൽ ചെയ്തു തീർക്കാൻ പറ്റണമെന്നുള്ള രീതിയിൽ സ്പീഡിലാണ് ഞാൻ കാര്യങ്ങൾ ചെയ്തത്. പക്ഷേ വീഡിയോയിൽ കാണുന്നത്ര സ്പീഡല്ല കേട്ടോ. ഞാനിത് കുറച്ച് സ്പീഡ് കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ കുറേയേറെ ഞാൻ കട്ട് ചെയ്ത് കളയുകയും ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പുകൾ തലേദിവസം തുടച്ചിട്ടിരുന്നത് കൊണ്ട് ഈ സ്റ്റെയറിൻ്റെ കമ്പികൾ മാത്രമേ ഇവിടെ തുടയ്ക്കാനുള്ളൂ. ശരിക്കും ഇവിടെയാണ് നമ്മുടെ മെയിൻ ഏരിയ. അവിടെ കമ്പിയിൽ മോള് കളിക്കുന്ന മോളുടെ ചെറിയ ചെറിയ ബാഗുകളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളുടെ 2-3 കുട, തൊപ്പി അതൊക്കെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് എടുത്ത് മാറ്റി അവിടെ ക്ലിയർ ചെയ്തു. ഡൈനിങ്ങും ഹോളും ഇങ്ങനെ നേരെ നേരെ ആയതുകൊണ്ട് ഇവിടെ തന്നെയാണ് എല്ലാ സമയവും നമ്മളെല്ലാവരും ഉണ്ടായിരിക്കുക. ഇവിടെ വേറെ അധികം ഷെൽഫോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ ഷോക്കേസിൻ്റെ ഉള്ളിലായിരുന്നു കേട്ടോ പാവകളെയൊക്കെ വെച്ചിരുന്നത്. ഞാൻ അതെല്ലാം മാറ്റി 2 ദിവസം മുമ്പ് ക്ലീൻ ചെയ്ത് വെച്ചു. മൂത്ത മോന് പഠിക്കാൻ വേണ്ടി നേരത്തെ വാങ്ങിയ ഒരു ടേബിളിലാണ് ഇപ്പോൾ ആ TV വെച്ചിരിക്കുന്നത്. വീട്ടിലായിരുന്നപ്പോൾ ഭിത്തിയിലായിരുന്നു ആ TV വെച്ചിരുന്നത്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അങ്ങനെ പറ്റാത്തത് കൊണ്ട് നമ്മൾ ആ ടേബിളിൻ്റെ മുകളിലേക്ക് TV വെച്ചു. അതിൻ്റെ താഴെ ബുക്കൊക്കെ വെക്കാനുള്ള സ്ഥലത്ത് കുറേ ബുക്കുകളുണ്ടായിരുന്നു. മക്കളുടെ പഴയ ബുക്കുകളും ചെറിയ കഥാബുക്കുകളും ഒക്കെയാണത്. എന്തോ എൻ്റെ ഒരു ദുശീലത്തിൻ്റെ ഭാഗമാണ് ഇങ്ങനെ സാധനങ്ങൾ കളയാതെ വെക്കുക എന്നുള്ളത്. എന്തെങ്കിലും പിക്ചറൊക്കെ വെട്ടാൻ എടുക്കാമല്ലോ എന്ന് കരുതി ഞാൻ വെക്കുന്നതാണ്. ഇനി ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് സെറ്റിയുടെ കവറെല്ലാം ഒന്ന് വെയിലത്തേക്ക് മാറ്റി വെച്ചു. ഇനി അടുത്ത പരിപാടി വലയടിക്കലാണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് ഫാനിലും അധികം പൊടിയൊന്നുമില്ല. പിന്നെ വലയടിക്കാനും അധികമായിട്ടൊന്നുമില്ല. ഇപ്പോൾ തന്നെ സമയം ഉച്ചയായിട്ടുണ്ടായിരുന്നു. വേഗം അതുകൊണ്ട് ഈ ഹോളും ഡൈനിങ് ഏരിയയും ഒരുപോലെ തന്നെ ക്ലീൻ ചെയ്ത് തുടച്ച് മാറ്റണം. ഇവിടെ ഈ തൂണുകളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ മുകളിലൊക്കെയാണ് കൂടുതൽ പൊടികളിരിക്കുന്നത്. ഇന്നും കർട്ടനൊന്നും അഴിച്ചു മാറ്റാതെ തന്നെയാണ് കേട്ടോ ഞാൻ ക്ലീൻ ചെയ്ത് തുടങ്ങിയത്. ഇതെല്ലാം അഴിച്ചു മാറ്റി ഒരു ദിവസം നമ്മൾ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് നിന്നാലേ ചിലപ്പോൾ കാര്യങ്ങൾ നടക്കില്ല. അതുകൊണ്ടാണ് ഞാനിതങ്ങ് തുടങ്ങി വെക്കാമെന്ന് കരുതിയത്. ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനാണ് ഏറ്റവും പാട്. നമ്മളൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബാക്കിയായിട്ട് ഒരു ദിവസം കർട്ടനെല്ലാം അഴിച്ച് എന്തായാലും നമ്മളൊന്നും കൂടെ തൂക്കാൻ തുടക്കുകയും വേണം. ആ കൂടെ ഒന്നുകൂടെ ക്ലീൻ ചെയ്ത് പോയാൽ മതിയല്ലോ. ഈർക്കിൽ ചൂലും കൊണ്ട് തന്നെയാണ് ഞാൻ ഈ സെറ്റിയുടെ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നത്. അതിൻ്റെ ഇടയിലൊക്കെ കുറച്ച് പൊടി കൂടുതലുണ്ടാവും. അതൊക്കെ ഈർക്കിലും കൊണ്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് മക്കൾക്ക് എക്സാം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഉച്ചയായപ്പം വന്നതുകൊണ്ട് നല്ല കളിയാണ്. അതിൻ്റെ സൗണ്ട് നന്നായിട്ട് കേൾക്കാമേ. ജനലും അതുപോലെ തന്നെ ഈർക്കിൽ കൊണ്ട് ഞാനൊന്ന് തൂത്ത് അകത്തുനിന്നും പുറത്തുനിന്നും ഒന്ന് വൃത്തിയാക്കി. ഇനി ഡൈനിങ് ഏരിയയാണ്. അതിൻ്റെ ടേബിളിൻ്റെ മുകളിൽ നിന്ന് പാവയൊക്കെ ഒന്ന് മാറ്റി ക്ലിയർ ആക്കിയിട്ട് ആദ്യം തന്നെ വലയടിക്കണം. ആ ഈശോയുടെയും മാതാവിൻ്റെയും രൂപം അങ്ങനെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ തന്നെയാണ് ഇരുന്നത്. മക്കളെ ഞാൻ പഠിപ്പിക്കാനിരുത്തുന്നതും ഈ ഡൈനിങ് ഏരിയ തന്നെയാണ്. അതുകൊണ്ട് അവരുടെ ബുക്കുകളെല്ലാം ഇവിടെ തന്നെ അടുക്കി വെക്കുന്നത്. പിന്നെ ഈ ഭാഗത്തും അധികം വലയൊന്നുമില്ല. കാരണം ഇവിടെ 2 ഏരിയയിലും ഡൈനിങ്ങിലും ഹോളിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വലയടിക്കാറുള്ളത് കൊണ്ടാണ്. പക്ഷെ ജനലിൻ്റെ അവിടെ അങ്ങനെയല്ല, നല്ല പൊടിയുണ്ട്. ഈ കട്ടിയുള്ള കർട്ടൻ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അവിടെ എപ്പോഴും ഇങ്ങനെ പൊടി കൂടുതലായിട്ട് വരുന്നത്. പിന്നെ മക്കളുടെ സ്കെച്ച് പെന്ന്, റബ്ബർ, കട്ടർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു ബോക്സിലാക്കി ഞാൻ ആ ജനലിൻ്റെ സൈഡിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ആദ്യം തന്നെ ആ TVയുടെ ഏരിയ ഒന്ന് തുടച്ച് മാറ്റാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് TV ഒന്ന് വെക്കണമായിരുന്നു. കുറേ സമയമായിട്ട് ഇങ്ങനെ മിണ്ടാതെ നിന്നിങ്ങനെ ജോലി ചെയ്തപ്പോഴേ ഒരു ബോറിങ് തോന്നി. പിന്നെ TV ഓൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ ആ പൊടിയെല്ലാം ഒന്ന് തൂത്തു മാറ്റുകയാണ്. മിക്കവാറും ഞാനിതുപോലെ ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ പാട്ടാണ് വെക്കാറ്. ഇന്ന് ഞാൻ ന്യൂസ് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് ചില വിധികളൊക്കെ വരുന്ന ദിവസമായിരുന്നു. അപ്പോൾ എന്തായിന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയും കൂടെ കൊണ്ടാണ് ഞാൻ വേഗം TV വെച്ച് കണ്ടുകൊണ്ട് ബാക്കി ജോലികൾ ചെയ്യാമെന്ന് കരുതിയത്. ഹോളിൻ്റെ ഏരിയയിലെ പൊടികളെല്ലാം തൂത്തുവാരിയ ശേഷം ഇനി എല്ലായിടവും ഒന്ന് തുടയ്ക്കണം. ഞാനിങ്ങനെ തുടച്ചതിന് ശേഷമേ അടുത്ത ഏരിയയിലേക്ക് പോകാറുള്ളൂ. എനിക്ക് അങ്ങനെയാണ് എളുപ്പമായിട്ട് തോന്നുന്നത്. അല്ലെങ്കിൽ എല്ലാം കൂടെ ഒന്നിച്ച് പൊടിയായിട്ട് കിടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. ഇവിടെ ഇങ്ങനെ 4 തൂണുകളാണ് ഉള്ളത്. അപ്പോൾ ഓരോരോ തൂണുകളുടെ സൈഡിൽ പൊടികൾ കൂടുതലായിട്ട് പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ അവിടെ നനച്ച തുണിയും കൊണ്ട് തുടയ്ക്കുകയാണ്. അവിടെ ഇരിക്കുന്ന പോർഷനുണ്ട്, ആ ഭാഗവും നനച്ച തുണി കൊണ്ട് തുടച്ച് മാറ്റണം. പണ്ട് മുതലേ എനിക്ക് ക്ലീനിങ് ആണ് വീട്ടിലെ ജോലികളിൽ ഏറ്റവും ഇഷ്ടം. പക്ഷേ അത് അന്നാണ്. ഇന്ന് പക്ഷെ അങ്ങനെയല്ല. എപ്പോഴും ആകുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നുമല്ലോ. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടാൽ അത് അങ്ങനെ തന്നെ കിടക്കണമെന്ന് ആരോടും പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ മാത്രമല്ലല്ലോ വീട്ടിലുള്ളത്.
അതായത് അന്ന് ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്തിരുന്ന ജോലിയാണെങ്കിലും ഇന്ന് ഇത്തിരി മടുപ്പായിട്ടാണ് തോന്നാറ്. ഇപ്പോൾ ദാ ഞാൻ ആ സെറ്റിയും ജനലകത്തുനിന്നും തുടച്ച് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വാതിൽ 2 പാളിയും തുടച്ചതിന് ശേഷം ജനൽ പുറത്തും കൂടെ നിന്ന് തുടയ്ക്കണം. അപ്പോൾ ഈ ഭാഗം അങ്ങ് ക്ലിയർ ആയിക്കോളും. ഇപ്പോൾ തന്നെ സമയം 1 മണിയൊക്കെ ആയിട്ടുണ്ട്. 2 മണിന്നൊരു ടൈം ഞാൻ വെച്ചിട്ടുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്ലോക്കിൽ നോക്കുമായിരുന്നു. പക്ഷേ ആ സമയത്ത് തീരുന്നൊന്നും തോന്നുന്നില്ല. ഇനി ഡൈനിങ്ങിൻ്റെ ഭാഗവും കൂടെ ഒന്ന് തുടയ്ക്കണം. ഇവിടെ ജനലൊന്നും തുടയ്ക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ലേ. ഡൈനിങ് ടേബിളും ആ ചെയറുകളെല്ലാം തുടച്ചിട്ട് ആദ്യം ചെയ്തതുപോലെ തന്നെ ജനലെല്ലാം തുടയ്ക്കണം. എന്നിട്ടേ നമുക്ക് സാധനങ്ങളെടുത്ത് വെക്കാൻ പറ്റുള്ളൂ. ഇനിയുള്ളത് വാഷ് ബേസിൻ്റെ ഏരിയ ആണ്. അതൊരു ബോക്സ് പോലത്തെ വാഷ് ബേസിനാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊന്നും വയ്ക്കുന്നില്ല. എങ്കിലും അവിടെ ഒന്ന് തുടച്ചിടുക. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വെച്ചിരുന്നാൽ പല്ലിയോ എന്തെങ്കിലുമൊക്കെ കയറുന്നത് കൊണ്ട് പേസ്റ്റോ ബ്രഷോ ഒന്നും അവിടെ വെക്കാറില്ല. ഇതാ ഇപ്പോൾ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ ആ ഈശോനെയും മാതാവിനെയും തുടച്ച് തിരിച്ചങ്ങോട്ട് വെച്ചു. അത് താഴെങ്ങാനും വീണാൽ പൊട്ടിപ്പോകുമല്ലോ. ഇനിയിപ്പോൾ വേഗം തറയെല്ലാം ഒന്ന് തുടച്ചതിന് ശേഷം ബുക്കുകളെല്ലാം തിരിച്ച് അതുപോലെ തന്നെ വെക്കാം. ഇനിയുള്ളത് സിറ്റ് ഔട്ട് ഒന്ന് തൂത്തിട്ട് തുടച്ചും കൂടി ഇടണം. ഇപ്പം 3 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. മക്കൾ ഇപ്പോൾ എത്തും. അതുകൊണ്ട് ഇന്നത്തെ പരിപാടി ഇവിടം കൊണ്ടങ്ങ് അവസാനിക്കുകയാണ്. ഇനി അതിൻ്റെ പിറ്റേ ദിവസമാണ് സിറ്റ് ഔട്ടും വീടിൻ്റെ പുറം ഭാഗവും എല്ലാം നമ്മൾ ക്ലീൻ ചെയ്തത്. ഇന്നാണ് കേട്ടോ ക്ലീനിങ്ങിൻ്റെ 3ാമത്തെ ദിവസം. മോളിതാ ആ ചെയറിൽ കയറി നിൽക്കുന്നുണ്ടോ? ഇന്ന് ശനിയാഴ്ചയാണേ. ഇതുപോലെ വലയൊക്കെ അടിച്ച് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് ഇട ദിവസം ആണെങ്കിലേ നമുക്ക് പെട്ടെന്ന് നടക്കുകയുള്ളൂ. മക്കളിന്ന് വീട്ടിലുള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അവർ ഓടി ഓടി വരുന്നുണ്ട്. പിന്നെ ഞാൻ അവരെ കളിക്കാൻ വേണ്ടി അടുത്തുള്ള വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടാണ് ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുന്നത്. സിറ്റ് ഔട്ടിലും ഒരു 4 തൂണുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ നല്ല പൊടിയുണ്ടായിരുന്നു. അതെല്ലാം ഒരു തുണി കൊണ്ട് തുടച്ചു മാറ്റി. സിറ്റ് ഔട്ട് ഫുള്ളൊന്ന് തൂത്ത് തുടച്ചിട്ടതിന് ശേഷം അടുത്തത് കാർ പോർച്ചാണ്. ഇതിൻ്റെ മുകളിലും എനിക്ക് കൈയെത്തത്തില്ല. അപ്പോൾ മോൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. വീഡിയോ ഓൺ ആക്കരുതെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ പിന്നെ ഇടയ്ക്ക് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. അങ്ങനെ ഇനി വീടിൻ്റെ ചുറ്റും ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ സൈഡ് ഭാഗമാണ്. ഇവിടെയും വലയടിച്ചിട്ട് നമുക്ക് ആ ജനലൊന്ന് ക്ലീൻ ചെയ്യണം. രാവിലെ കഴുകിയിട്ട തുണി ഞാൻ ആ സൈഡിലോട്ടൊന്ന് മാറ്റിയിട്ടു. പിന്നെ ഇതിൻ്റെ ചുറ്റും ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാനും മോനും കൂടെ മാറി മാറിയാണ് ചെയ്തത്. ഇപ്പോൾ വീടിൻ്റെ ബാക്ക് സൈഡിലാണ്. ഇവിടെയും വേഗം ഞാൻ വലയൊക്കെ അടിച്ചിട്ട് ആ ജനൽ തുടയ്ക്കാൻ വേണ്ടി മോനും കൂടെ ഹെൽപ്പ് ചെയ്ത് തന്നു. അങ്ങനെ വേഗം തീരുമെന്ന് കരുതി തുടങ്ങിയെങ്കിലും ഇതും കുറേ താമസിച്ചു കേട്ടോ. നമ്മൾ ചെയ്ത് വരുമ്പോൾ ഏറ്റവും അധികം പണി കിട്ടിയത് ഈ സ്ഥലത്തു നിന്നായിരുന്നേ. ഈ ഭാഗം ഞാൻ ഓർത്തതേ ഇല്ല. ഈ ഇടയ്ക്കൊക്കെ മഴയായിരുന്നതുകൊണ്ടേ അങ്ങോട്ടേക്ക് ചെളി തെറിച്ചിട്ട് ഞാൻ ഓർത്തത് അത് വേഗം വേഗം പോകുമായിരിക്കും എന്ന്. പക്ഷേ കഴുകിയിട്ട് കുറേ തവണ ഉരച്ചതിന് ശേഷമാണ് അവിടുത്തെ ചെളിയൊന്ന് നന്നായിട്ട് പോയത്. അങ്ങനെ ഇതാ ക്ലീനിങ് അവസാന ഘട്ടത്തിലെത്തി. സ്റ്റെപ്പ് മാത്രമേ തുടയ്ക്കാനുണ്ടായിരുന്നുള്ളൂ. സിറ്റ് ഔട്ട് ഞാൻ നേരത്തെ തുടച്ചിട്ടതായിരുന്നല്ലോ. ഇന്നത്തെ ദിവസം ഞാൻ എല്ലാ ദിവസത്തെയും പോലെ ഒരു 10 മണിയൊക്കെ ആയപ്പം ക്ലീനിങ്ങിന് കയറിയിരുന്നില്ല കേട്ടോ. ഒരു 11:30 12 മണിയൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പം സമയം ഒരു 4 മണി ആയിട്ടുണ്ട്. മോൾ എന്നോട് വിശക്കുന്നു എന്നാണ് വന്ന് പറഞ്ഞത്. ഇതിപ്പോൾ സൺഡേ രാത്രിയിലുള്ള വീഡിയോ ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം ക്ലീൻ ചെയ്തപ്പോൾ കർട്ടനൊന്നും മാറ്റിയിട്ടില്ല എന്ന് പറഞ്ഞില്ലേ. ഈ ദിവസം രാവിലെ, അതായത് സൺഡേ രാവിലെ ഇതെല്ലാം അഴിച്ച് ഞാൻ കഴുകി വൃത്തിയാക്കി. ഇപ്പോൾ രാത്രിയായപ്പോൾ ഇത് തിരിച്ചിടുവാണേ. ഈ കമ്പിയിലെ 2 സൈഡിലും സെൻറ്ററിലും ആയിട്ടാണ് സ്ക്രൂ ഉള്ളത്. അപ്പോൾ അത് അഴിക്കാനും ഇടാനും നല്ല പ്രയാസമായതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിന് ട്രൈ ചെയ്യാതിരുന്നത്. ഞാൻ ഈ ടേബിളിൻ്റെ മുകളിൽ വിരിക്കാനും സെറ്റിക്ക് ഒരു കവറും ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അതും ഇന്നാണ് കിട്ടിയത്. അപ്പോൾ അത് പൊട്ടിച്ച് ഇടാൻ വേണ്ടി മോളങ്ങ് ബഹളം വയ്ക്കുകയായിരുന്നു. അതുകൊണ്ട് അതും കൂടെ അങ്ങ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചേ. മോൾ എൻ്റെ കൂടെ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് ചുറ്റും നടക്കുകയാണ്. അമ്മയെപ്പോലെ ഞാനും വലുതാകുമ്പോൾ ഇതൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാചകോടിയാണ്. പിന്നെ TV അവിടെ വെച്ചിരുന്നത് കൊണ്ടാണ് ഞാൻ ആ സൗണ്ടൊന്നും കേൾപ്പിക്കാത്തത്. ടേബിളിൻ്റെ മുകളിൽ കിടന്നിരുന്ന കവറേ നന്നായിട്ട് അഴുക്കായിരുന്നു. അതുകൊണ്ടാണ് പുതിയൊരെണ്ണം വാങ്ങാമെന്ന് വിചാരിച്ചത്. പിന്നെ ഈ ഹോളിനെയും ഡൈനിങ്ങിനെയും കൂടെ വേർതിരിക്കാൻ നെറ്റ് പോലുള്ള ഒരു കർട്ടനും കൂടെ അവിടെ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഇടുന്നതേ ഉള്ളൂ. ഉടനെ തന്നെ എടുത്ത് ചുരുട്ടി മുകളിൽ വെക്കണം. അല്ലെങ്കിൽ മക്കൾ അതിൽ വലിച്ച് ആ നൂലെല്ലാം പൊട്ടിക്കും. ഇനിയിപ്പോൾ ഉള്ളത് ചെയറെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ടതിന് ശേഷം സെറ്റിയുടെ കവറും കൂടെ ഒന്നിടണം. അത് ഞാൻ ഇത്തവണ ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ്. ന്യൂ ഇയർ ഒക്കെ ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പുതിയ കവർ ഓർഡർ ചെയ്തത്.
സാധാരണ ഞങ്ങൾ മാത്രം ഉള്ളെങ്കിൽ ഇതിന് കവറിട്ട് വെക്കാറില്ല. കാരണം ഇവർ കളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചുരുട്ടി എറിയും, അല്ലെങ്കിൽ അതെടുത്ത് നിലത്ത് വിരിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ കിടന്ന് കളിക്കും. ഇതൊക്കെ തന്നെയാണ് പരിപാടി. അങ്ങനെ വീട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തപ്പോൾ ഒരു സമാധാനം. അങ്ങനെ ക്രിസ്മസ് മേക്ക് ഓവർ ആയിട്ടൊന്നും വീട്ടിൽ സാധാരണ ചെയ്യാറില്ല. ഈ ലൈറ്റ്സും സ്റ്റാറും അത് ഡിസംബർ 1 തന്നെ ഇട്ടതാണേ. പിന്നെ വീഡിയോയ്ക്ക് ഒരു എൻഡിങ് വേണമല്ലോ എന്ന് കരുതിയിട്ട് ഇപ്പം ആ ലൈറ്റും കൂടി ഇട്ട് കാണിച്ചതാണ് കേട്ടോ. മോള് നല്ല ഹാപ്പിയാണ്. ഒരാൾ ഉറങ്ങിപ്പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഡീപ്പ് ക്ലീനിങ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. താങ്ക്